ഞങ്ങൾ ആരംഭിക്കുകയാണ്. രണ്ടാം ജന്മം. സാധാരണക്കാരൻ്റെ നിസ്സഹായതയെ, അവൻ്റെ ഗതികേടിനെ മുതലെടുത്ത് അവനെ കടക്കണിയിൽപ്പെടുത്തി തീരാ കടങ്ങളുടെ നിലയില്ലാ കയങ്ങളിലേക്ക് തള്ളിവിടുന്ന ബ്ലേഡ് മാഫിയ. മുതലിൻ്റെ എത്രയോ ഇരട്ടി പലിശയായി തിരിച്ചു വാങ്ങിയാലും ആർത്തി തീരാതെ കഴുകനെപ്പോലെ തൻ്റെ ഇരയെ കൊത്തിവലിക്കുന്ന കൊള്ളപ്പലിശക്കാർ. അത്തരം ജനശത്രുക്കൾക്കെതിരെ പടനയിച്ച് എങ്ങുമെത്താതെ പോയവർ, കടത്തിൻ്റെ പേരിൽ നിരന്തരം വേട്ടയാടപ്പെട്ടവർ, ഗതികേടുകൊണ്ട് സ്വയം ജീവൻ വെടിഞ്ഞവർ, അവർക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു രണ്ടാം ജന്മം. രംഗവിധാനം ശശിധരൻ മേലേതിൽ, സംഗീത നിർവഹണം വിനോദ് നിസരി, പരസ്യകല സുനിൽ കൃപ, അവതരണം ശ്രദ്ധ കോഴിക്കോട്. അരങ്ങിൽ സുനിൽ കാവുങ്ങൽ, അപർണ, എം വി സുരേഷ് ബാബു, ജോഷി ടി കെ, രാധാകൃഷ്ണൻ എളവന, ഗംഗാധരൻ ആയടത്തിൽ, ശശിധരൻ, ശിവാനന്ദൻ ആലിയോട്ട്, രവിശങ്കർ, നിഷീത് പോവങ്ങോട്, കൃഷ്ണൻ കെ മായനാട്, ശ്രീലേഷ് കുമാർ, പ്രവീൺ സി കെ, വിജയൻ കാരന്തൂർ. നാടകരചന സുലൈമാൻ കക്കോടി. ദീപനിയന്ത്രണം സംവിധാനം എ രത്നാകരൻ, ജയപ്രകാശ് കാര്യാൽ. അവതരണം ശ്രദ്ധ കോഴിക്കോട്. രണ്ടാം ജന്മം. എനിക്കെന്തോ ഒന്നും നമ്മൾ വിചാരിച്ച പോലെ ആവില്ലെന്നൊരു പേടി. എത്രയായാലും വേഷം കിട്ടിയല്ലേ ഏട്ടാ, ഒന്ന് പേടിച്ചാ നമുക്കല്ലേ അത് വിനയോ. എന്റെ ദമയന്തിയെ, നീ പറയുന്നതൊക്കെ ശരി, ഞാൻ സമ്മതിച്ചു. നീ ഒന്ന് പറ, എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാ? നിന്റെ ഭർത്താവ്, അതായത് എന്റെ അളിയൻ മാധവനെ ഒന്ന് നന്നാക്കാൻ, ഒരു നല്ല മനുഷ്യനാക്കാൻ ആണല്ലോ, അതിനു വേണ്ടിയല്ലേ? ആവോ, എനിക്കൊന്നും തിരിയുന്നില്ല. മാധവേട്ടതുകൊണ്ടൊന്നും നന്നാവാൻ പോണില്ല, അതെനിക്ക് ഉറപ്പാ. അത്രയ്ക്കുണ്ട് കയ്യിലിരിക്കും. വേണ്ടി നോക്ക്, എനിക്ക് മാധവേട്ടൻ ഒരു പുതിയ മനുഷ്യനായി കാണും, അത് മാത്രമേ എനിക്ക് ഉദ്ദേശിച്ചുള്ളൂ. ആ ഏട്ടന്റെ പ്ലാനല്ലേ, നടക്കട്ടെ. ഇങ്ങോട്ട് പറഞ്ഞോക്കെ ഞാൻ ചെയ്യാം. മതി, അത് മതിയല്ലോ. എന്താ ഒരെന്നാലും ഇല്ല. ജനങ്ങളെ മുഴുവൻ ശാപവും വെറുപ്പും തലേ പേറിട്ട ആ മനുഷ്യൻ ജീവിക്കുന്നു. അയാളെ ഭാര്യയായ നിനക്കും ആ ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറാൻ പറ്റൂല. ദമയന്തി, നീ എന്റെ ഒരേ ഒരു പെങ്ങള, നീ ഇങ്ങനെ വിലകെട്ട് ജീവിക്കുന്നത് കാണാൻ എനിക്ക് കാണാൻ വയ്യ. നോക്ക്, നാട്ടിൽ അത്യാവശ്യം തിരക്കും കേസും ഒക്കെ ഒരു വക്കീലാണ്.
അങ്ങനെയുള്ള ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ഒത്തുകളി നാടകം ഏർപ്പാടാക്കിയതിന് നിന്നെ ഓർത്തിട്ടാ. ഈ അടുത്ത കാലത്തായിട്ട് കണ്ടു തുടങ്ങിയതേട്ടോ എന്ത്? പണത്തിനോട് വല്ലാത്തൊരു ആർത്തി. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം എന്നൊരൊറ്റ ചിന്ത. പലിശക്കടക്കാർ കൊണ്ടുതരുന്ന ഉറപ്പിക്കട്ടെ, അലമാരയിൽ എണ്ണി വെക്കുമ്പോ നോട്ടിനോട് വർത്താനം പറയും, ചിരിക്കും, പാട്ടൊക്കെ പാടുന്നത് കാണാം. കണ്ടല്ലേ ഞാൻ അതൊക്കെ. പണപ്രാന്ത് പിടിച്ചിട്ടുണ്ടാവൂടോ, പണപ്രാന്ത്. അതെ, ജീവിക്കാൻ ഗതിയില്ലാത്ത പാവങ്ങൾക്ക് പണം കടന്നു കൊടുത്തിട്ടേ പലിശയും പലിശയും ഉള്ള പലിശ കണക്ക് ഉണ്ടാക്കിയിട്ടേ അവസാനം തിരിച്ചടക്കാൻ ഗത്യന്തരം അല്ലാണ്ടാവുമ്പോ കൂരയും കിടപ്പാടും ജെറ്റ് ചെയ്ത് ഉണ്ടാക്കിയതല്ലേ അല്ലേ മോളെ ഇത് കാണുന്നതൊക്കെ അല്ലേ? മൂപ്പരെ കടം വീട്ടാൻ വഴിയില്ല എന്നിട്ടല്ലേ മുറിയിലെ വേലായുധനും ഭാര്യ 3 പെൺമക്കളും കെഞ്ചി ചാടിച്ചത് അല്ലേ? അല്ലേ? അതൊക്കെ ഓർത്തിട്ടാ ഏട്ടൻ പറഞ്ഞ കടലിലേക്ക് ഞാൻ സമ്മതിച്ച്. അങ്ങനെ എത്ര ആളുകളുടെ ശാപം മാധവേട്ടനെ കണി കണ്ട അന്ന് ദാഹിച്ച വെള്ളം കിട്ടൂല എന്നാ നാട്ടുകാർ പറയണത്. പറഞ്ഞത് നേരല്ലേ? എനിക്ക് ആലോചിച്ചൊരു എത്തുംപിടി കിട്ടാത്ത അതാ ഇങ്ങനെ കണ്ടോന്റെ ഒക്കെ കഴുത്തറത്ത് സമ്പാദിച്ചു കൂട്ടുന്നത്. എന്തിനാ നിനക്ക് ആലോചിച്ചിട്ട് ഒരെത്തും പിടി കിട്ടുന്നത്? അല്ല നീ പറ, വൃത്തിയുള്ള ഒരു ഷർട്ടും മുണ്ട് കൊടുത്തിട്ട് മാധവേട്ടനെ ഇന്ന് വരെ നീ കണ്ടു? ഒരു 10 പൈസ ധർമ്മക്കാർക്ക് വരെ കൊടുക്കൂല. എന്തിനാ 3 കൊല്ലം എനിക്കൊരു പുതിയ സാരി വാങ്ങി തന്നിട്ട് അറിയോ? അതെന്നെ മിഠായി തെരുവിൽ വെച്ച് വിൽക്കുന്നവരോട് വില പേശി വാങ്ങി ഒന്നാ. അതെന്നെയാ ഞാൻ പറഞ്ഞത്. ഈ അർവിശക്കനെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല. പിന്നെന്താ? പക്ഷേ ഇത്ര കടുപ്പം കാണിച്ചിട്ട് വേണം. അല്പ കടന്ന കൈയാണെങ്കിലും ഇത് തന്നെയാണ് അതിനുള്ള കൃത്യമായ വഴി. നോക്ക്, എല്ലാം ഒത്തുവന്ന് കണ്ടു. ജ്യോതിഷം, പ്രവചനം, വിശ്വാസം. അയ്യോ, അതാ എനിക്ക് പേടി. ഈ ജാതകം ജ്യോതിഷൊക്കെ കൂട്ടി തൊട്ട് ഒരാളെ പറ്റിക്കാൻ പാടുണ്ടോ ഏട്ടാ? എടോ, ഇതൊക്കെ പറ്റിക്കൽ തന്നെയാ. ഇതൊരു നല്ല കാര്യത്തിനാണല്ലോ എന്ന് കരുതി സമാധാനത്തോടെ നിൽക്ക്. ഈ ഒന്നുകൊണ്ട് ജാതകവശാൽ മാധവേട്ടൻ ഇന്നുച്ചയ്ക്ക് ഹൃദയം പൊട്ടി സ്വവസതിയിൽ മരിക്കുമെന്ന് ജ്യോത്സ്യൻ പ്രവചിച്ചത് നമ്മുടെ ഭാഗ്യത്തിനാണെന്ന് കൂട്ടി. കൊല്ലവർഷം 1199 മകരം 24 ചതയം നാളിൽ നരക ചതുർദശയ്ക്ക് 11 വിനാഴിക കഴിഞ്ഞ് 1 മാത്ര പിന്നിടുമ്പോൾ ഹൃദയം വിഘടിത ഫലം മൃത്യു എന്നല്ലേ പറഞ്ഞത്? അതായത് ഇന്നുച്ചയ്ക്ക് കൃത്യം 12 മണിക്ക് 7 മിനിറ്റ് ഉണ്ടെങ്കിൽ ബാക്കി മുഹൂർത്തത്തിന്. ഏട്ടൻ ആരൊക്കെയാ ചട്ടം കെട്ടിയിട്ടുള്ളത്? ഒക്കെ വിശ്വസിക്കാൻ പറ്റുന്നവർ തന്നെയാണോ? പിന്നെ നീയും ഞാൻ, പിന്നെ എന്റെ അടുത്ത കുറച്ച് സുഹൃത്തുക്കളും മാത്രം, വേറെ ആരുമില്ല. എല്ലാം ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നിന്നോട് പറഞ്ഞ കാര്യം കൃത്യമായിട്ട് അങ്ങോട്ട് ചെയ്യാം. ധാരാളം. അല്ല വന്നു പോയ അതല്ല, അതിന്റെ പേരിലും ഇയാളുടെ മൂപ്പരോട് പോയി. മൂപ്പരതാ ആ കുളത്തില്. അവിടെ കുളത്തിലോ? സംഗതി കുളത്തിലായോ? 12 മണി കഴിയുന്നവരെ കുളത്തിന്റെ നടുക്ക് കഴുത്തറ്റ മുങ്ങി കണ്ണു മടച്ച് നിക്കാൻ പോയതാ. ഇതിനകത്ത് വെച്ച് മരണം ഉണ്ടാവൂന്നാണല്ലോ ജാതകത്തില്. കുളത്തിലായോ ഒന്നും പേടിക്കാല്ലാതെ മൂപ്പര കണ്ടു. ഒരു വേലത്താണോ നിൽക്കുന്നത്? കയ്യിൽ മേലോട്ട് പൊന്തിച്ച് പിടിച്ചില്ലല്ലോ. പ്രാർത്ഥിക്കരുതേ? പ്രാർത്ഥിക്കൊന്നല്ല, സമയം അറിയാനേ കാച്ചിട്ടി പോയിട്ടുണ്ട്. അത് നനയാണ്ടൊക്കെ കൈ ഒന്നിച്ചു പിടിച്ചതാ. അത് ശരി, അതിലും തന്നെ പറ്റി. എനിക്ക് ജാതകത്തിനും ഇതിലും ഒരൊറ്റ വിശ്വാസം. സത്യത്തിലൊക്കെ ആരൊക്കെയോ തട്ടിപ്പിള്ള പരിപാടിയല്ലോ. പിന്നെ അത് ഇങ്ങനെ ഒരു നല്ല സാങ്കേതിക ഒത്തു വന്നല്ലോ എന്നുള്ളത് ഒരുപാട് സന്തോഷമുണ്ട്. മാധവേട്ടന്റെ ഇടപാടുകാരൊക്കെ ജാതക ഫലം കൃത്യ സമയത്ത് നടക്കാൻ
നല്ലൊരു അമ്പലത്തിന് നേർച്ച നേർന്നിരിക്കുകയാണ് കേട്ടോ. മരണത്തെ തോപ്പിച്ച് കുളത്തുനിന്ന് കേറി വരുമ്പോ മൂപ്പര് വീട്ടിൽ കാണുന്ന ഈ കാഴ്ച കണ്ട് ശരിക്കൊന്ന് ഞെട്ടും. നമ്മക്ക് തമാശക്ക് നല്ല വകുപ്പാണ്. എല്ലാരും വരുന്നുണ്ട്. നീ ആവശ്യമുള്ളപ്പോ ഞാൻ വിളിക്കാം. അപ്പൊ വന്നാ മതി. ബാക്കിയെല്ലാം ഞാൻ പറയും. പറഞ്ഞ പോലെ ചെയ്യണം. കുറച്ച് കരയണം. കൃഷ്ണൻകുട്ടി ഇതിലോ വന്നോ? ഞാനിവിടെ ഞാനിപ്പോ ആ അതെ ഞാനിവിടെ ഞാൻ പിടിക്കട്ടോ അല്ലേ എല്ലാരും എത്തിയത്. എല്ലാരും ശശിയേട്ടുണ്ട്, രാധാകൃഷ്ണേട്ടുണ്ട്. ആ എല്ലാരും ഉണ്ടല്ലേ? വഴക്കണ്ട സമയമുള്ളൂ. ഇതെന്തിനാ എല്ലൊക്കെ വേണം? ഇത് വേണോ? വേണ്ടി വരും. ഇത് വല്ലതും വേണ്ടി പിന്നെ ബാക്കിയൊക്കെ റെഡിയല്ലേ? എല്ലാവരും സമയത്ത് എത്തിയിട്ടല്ലോ. ഒരു വ്യത്യാസമില്ല. പിന്നെ മാധവന്റെ ആദ്യത്തെ ഭാര്യ കമലാക്ഷമ്മയുടെ മോനിൽ ജയാനന്ദനോട് ഫോണിൽ വിളിച്ച് കാര്യം പറഞ്ഞു. എല്ലാം പറഞ്ഞോണ്ട് സെറ്റ് ഭയങ്കര ഹാപ്പി അല്ലടോ. ഭയങ്കര സന്തോഷത്തില. അത്രയുണ്ടല്ലോ ഒരു കാര്യങ്ങൾ ദേഷ്യം അല്ല. അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ എല്ലാം റെഡിയല്ലേ? പറഞ്ഞ പോലെ സെറ്റല്ലേ? തുടങ്ങല്ലേ? രാധാകൃഷ്ണന്റെ ശവായിട്ട് നടക്കട്ടെ. രാധാകൃഷ്ണന്റെ കിടക്കട്ടെ. ചമഞ്ഞ് കിടക്കണം മറ്റേ കൂളിംഗ് ഗ്ലാസ് അല്ലേ? അല്ല കൃഷ്ണകുട്ടിയെ താടി കെട്ടണ്ടേ? താടി കെട്ടണ്ടേ? തെക്കും പടുത്തറിയില്ലേ? ഇങ്ങോട്ടാണ് ഇനി തലവിടെ കളിക്കുന്നത്. കെട്ടിക്കോളൂ കെട്ടിക്കോളൂ. അയാളെ ശ്വാസം ആയിക്കോട്ടെ. അല്ല കിളക്കാണ്ട് നിൽക്കൂലേ? ശ്വാസം വിടുമ്പോ പള്ള പൊന്തി കളിക്കരുത്. ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം. ശശിയേട്ടാ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ? കുറച്ച് സമയം അടങ്ങി ഒന്നും ഉണ്ടാവില്ല. അപ്പൊ എന്നാ പിന്നെ എല്ലാം റെഡി? ഓക്കെ എന്നാ പിന്നെ സ്റ്റാർട്ട് ചെയ്യാം. കരച്ചിലാരംഭിച്ചോട്ടെ. ശശിയേട്ടാ ശവം കരയോ? ശവാണോ കരയാ? ശശി നിങ്ങൾ കിടക്കുന്നു. ബാക്കിയുള്ള ആൾക്കാർ കരയണല്ലോ. ബാക്കിയുള്ള ആൾക്കാർ സ്റ്റാർട്ട് ചെയ്തോ. ഇത് മരിച്ചവർ തന്നെ. പക്ഷെ എന്നാലും ഒതുക്കി കരയണ്ടേ? ഇങ്ങനെ ബഹളം വെക്കല്ലേ? ഒന്ന് ഒതുക്കി ഉള്ളുന്ന് വരട്ടെ. അച്ഛന്റെ ബഹളായി പോകില്ലേ കേട്ടോ? ഒരു തേങ്ങ താങ്കൾ റെഡിയല്ലേ? മതി അത് മതി. അങ്ങനെ വന്നു. അല്ല
ഇന്ന് എന്റെ തെറ കാണാൻ പോയിട്ട് മഞ്ഞ് കൊണ്ടിട്ട് ജലദോഷം പിടിച്ചല്ലാണ്ട് എന്ത് വലിക്കലാണ് ഇങ്ങനെയല്ല ഒന്നിക്ക് അങ്ങനെ തലയ്ക്ക് അല്ലെങ്കിൽ ഞാൻ കാണിച്ചു ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വളരെ നിസ്സാര ചെറുക ഞാൻ കാണിച്ചേ അതുപോലെ ചെയ്താൽ മതി. മതി അത് മതി. അപ്പൊ ശരി, അതുപോലെ ചെയ്താൽ മതി. ഞാൻ ആ സമയത്ത് ഇങ്ങോട്ട് ഓക്കെ ബാക്കിയെല്ലാം പറഞ്ഞു. ദമയന്തിയെ ഈ ഉറക്കെ കരയണം. എന്റെ കരച്ചിൽ ഇവിടെ കേൾക്കണം. റെഡിയല്ലേ? ഓക്കെ ബാക്കിയെല്ലാം ഇനി ഏൽപ്പിച്ചു. ഞാൻ പൊളിക്കും ഞാൻ വിടും. അങ്ങോട്ട് വാ. മാധവനോടാ കാലന്റെ കളി തോൽപ്പിച്ചു വിട്ടില്ല ഞാൻ. ജാതക വിധിയെ വരെ തിരുത്തിക്കുറിച്ചിരിക്കുന്നു ഈ ഉള്ളവൻ. ഇപ്പൊ സമയം 12:15. മരണസമയം കഴിഞ്ഞ് 15 മിനിറ്റ് കഴിഞ്ഞു. പണം കൊണ്ട് പകിട കളിക്കുന്ന മാധവനെ കാലം തൊടൂല. ജാതകത്തിനും ജ്യോതിഷത്തിനും എഴുതി വെച്ചാലും തൊടാൻ കഴിയൂല. അതായി മാധവൻ. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ജാതകത്തെ എഴുതി വെച്ചതാണെങ്കിലും ഇങ്ങനെ കൃത്യമായിട്ട് വരുന്ന ആരെങ്കിലും വിചാരിച്ചോ? ജാതകമല്ലേ? ചോദിച്ചത് കേട്ടില്ലേ? ആരാ മരിച്ചേ? മാധവൻ നായർ ആദ്യത്തെ ഭാര്യയിലെ മദ്രാസിലാണ്. ചെക്കനെ വിളിച്ചറിയിച്ചിട്ട് ഇതുവരെ പറ്റില്ല. അറ്റാക്ക് വന്ന് മരിച്ചതല്ലേ? ബോഡി എത്ര വെച്ചിട്ടാ? ഇതിലേക്ക് അധികം വെച്ചിരിക്കാൻ പറ്റും. എടുക്കല്ലേ മരിച്ചതാരെന്ന് പറയണം. അത് ശരി. അപ്പൊ വിവരം അറിഞ്ഞിട്ട് വന്നതല്ലേ? എന്ത് വിവരം? മരിച്ചു ഈ വീട്ടിലെ മാധവൻ നായര്. ഞാനോ? ഇന്ന് ഉച്ചക്ക് 12 മണിക്ക് ഹൃദയം പൊട്ടി മരിച്ചു. കണ്ടില്ലേ കിടക്കുന്നത്? എന്തൊരു തങ്കപ്പെട്ട മനുഷ്യനായിരുന്നേ. എത്ര പാവങ്ങളെ ആ വഴിയാതറാക്കിട്ട് പോയി കളഞ്ഞത്. ഇതുപോലെ ധൈര്യം ഒരു മനുഷ്യൻ ഇനി കാണാൻ നോക്കുവോ? ഏത് മാധവനാണോ ചത്ത? ഈ വലിയ വീടും വിട്ട് രണ്ടാമത് മംഗലം കഴിച്ച പരമസുന്ദരിയായ ഭാര്യയെ അനാഥാക്കിയിട്ട് ലക്ഷക്കണക്കിന് ഉറുപ്പികയും പൊന്നുമൊക്കെ ഇട്ട് വെച്ച് പോയി കളഞ്ഞില്ലേ? എടാ മണ്ട ശിരോമണികളെ, ഈ വീട്ടിലെ മാധവൻ ചത്തിട്ടില്ല. ജാതക വിധി വരെ തോൽപ്പിച്ച് നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ ജീവിച്ചു നിൽക്കല്ലേ? നിങ്ങളാരാ? മനസ്സിലായില്ല? ആരാണ് വീട്ടിലൊന്നും ഭ്രാന്ത് പറയുന്നത്? അതില്ലാത്ത കണക്കാണ് ഭ്രാന്ത് കളിക്കുന്നത് നിങ്ങളാ. ഈ വീട്ടിലെ മാധവൻ നായർ ഞാനാ. എന്റെ വീട്ടിൽ വന്ന് നിങ്ങളോട് ചോദിക്കാണ്ട് ചത്തോടാ? അതൊന്നും അറിയണല്ലോ.
ഞാനാരാ? ആൾമാറാട്ട് ശ്രമം. ആൾമാറാട്ട ശ്രമം അത് വിജയിച്ചില്ല. അതിനെക്കൊണ്ട് വേഷം കെട്ടുക. വേഷം കെട്ടി വന്നതൊന്നല്ലടോ. ഈ നനഞ്ഞ വേഷം ഒന്ന് മാറ്റാനേ നിന്റെ പൊരേന്റെ അകത്തേക്ക് പോവാ. മാറി നിൽക്കണം. സത്യം പറഞ്ഞോ? അല്ലെങ്കിലേ മരിച്ച പോലെ നോക്കി അടിച്ച് ചളാ തിരിച്ചാ മോനെ. എന്നെ ശരിക്കും മനസ്സിലായില്ല. ഞാനേ തെറ്റിയ ഞാൻ മഹാനായിക്കോട്ടെ. അത്രത്തിലുണ്ടേനി എന്താ ഞാൻ ആയിക്കാട്ടോ? അതല്ലടോ, ഇതേമാതിരി ഒരാളെ പല ആൾക്കാരും വേഷം കെട്ടിയിട്ട് ശബ്ദം അനുകരിച്ചിട്ട് തട്ടിപ്പിന് വന്നത്. എടാ കൃഷ്ണൻകുട്ടിയെ, നിന്റെ അളിയൻ പീതാംബരക്കുറിപ്പിന്റെ അളിയ അണക്കുന്ന മനസ്സിലായില്ല. എടോ ഇങ്ങോട്ട് നോക്കടാ, മോത്തേക്ക് നോക്കൂ. എന്ത് പറ്റി? കളിപ്പിക്കുക അല്ല കൃഷ്ണകുട്ടിയ, ഇവരാണ് ഭയങ്കര കേട്ടോ. മാധവേട്ടന്റെ ഫാമിലിന്റെ ഫുൾ ബയോഡാറ്റ ഇയാൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിവിദഗ്ധമായ തട്ടിപ്പ്, 100% പെർഫെക്റ്റ്. ചെങ്ങാതി, തന്റെ ഉദ്ദേശം ഒന്നും ഇവിടെ നടക്കാൻ പോണില്ല. സ്ഥലം കാര്യക്ക് ഞങ്ങളെ പ്രിയപ്പെട്ട മാധവേട്ടന്റെ മരണത്തിൽ അതൊന്ന് ദുഃഖിച്ചിരിക്കുക. അപ്പോഴാണോ എടാ ഈ വീട്ടില് മാധവൻ ചത്തിട്ടില്ല. അതാലോചിച്ച് നിങ്ങളാരും ദുഃഖിക്കണ്ട. മാധവേട്ടൻ മരിച്ചു. കിടക്കുന്ന കണ്ടില്ലേ? ഞങ്ങൾ ബോഡി എടുക്കാൻ പോവാ. വല്ല കഞ്ചാവടിയനോ മാനസിക രോഗിയൊക്കെയായിരിക്കും. വിട്ടാളാണ് നമുക്ക് ശവം എടുക്കാം. മാനസിക രോഗി എന്റെ തന്ത ഇറങ്ങി പോകുന്നുണ്ടല്ലോ പറയുന്ന എല്ലാവരും കൂടെ. മാധവനല്ലാത്ര വന്ന് നോക്കടാ. ക്ഷമയ്ക്കൊരതിരുണ്ട്. അതെ, മാധവേട്ടന് വേഷം കെട്ടിയതേ അസറായിട്ടുണ്ട്. മൂക്കിന്റെ നീളം കുറച്ച് കുറവാ. പക്ഷെ നിറയേതാണ്ട് ഒപ്പിച്ചിട്ടുണ്ട്. അതെ, പൗഡറിൽ കരിപ്പൊടി മിക്സ് ചെയ്ത് ഒപ്പിച്ച താടി മീശയൊക്കെ ശരിക്ക് ഒട്ടിച്ചേച്ചമാരുണ്ടല്ലോ. പറിച്ചു നോക്കണോ? ഓന്റെ ഒരു പരിശോധന. ശോഭവനിക്കുന്നത് ഗംഭീരാവും. അല്ല, നാടകത്തിലോ സിനിമയിലോ അങ്ങനെ ആയിരുന്നെങ്കിലേ മികച്ച നടനുള്ള അവാർഡ് ഉറപ്പാണ്. പിന്നെ മാധവന്റെ ശബ്ദം മനോഹരമായി അനുകരിക്കുന്നുണ്ട്. അല്ലാന്ന് നിങ്ങൾ ഏത് മിമിക്രി ട്രൂപ്പിലേനി? തലയ്ക്ക് വെളിവില്ലാത്തമാരെ ഒരു മനുഷ്യൻ ഓന്റെ പൊരേ കയറി വന്നിട്ട് ഇങ്ങനെ കുരങ്ങി കളിപ്പിക്കുന്നത് എന്തിനാണോ എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ, ആൾമാറാട്ട ശ്രമം പിടിക്കപ്പെട്ടപ്പോ സാധാപകാരം കണ്ടാക്കി രക്ഷപ്പെടാൻ പറ്റും നോക്കുക. നടക്കൂല പോയാ. അതെ, ആൾമാറാട്ട ശ്രമം പിടിക്കപ്പെട്ടപ്പോ നമ്മളെ മനസ്സിലാക്കി കഴിഞ്ഞത്. അപ്പോ മാധവേട്ടന്റെ ഇടപാടുകാരെ ഇനി പറ്റിക്കാൻ പറ്റുമോ? അതെ, വേഷം കെട്ട് പൂർണ്ണമായും വിജയിച്ചിട്ടില്ല. അതുകൊണ്ട് മാധവേട്ടന്റെ ഇടപാടുകാരും ആണെങ്കിലേ വല്ല പ്രേതവും മറ്റുമാണ് ചിലരൊക്കെ പറ്റിക്കുന്നു. മാധവേട്ടന്റെ ഭൗതിക ശരീരം സംസ്കരിക്കാതെ ഇവിടെ കിടക്കുന്നിടത്തോളം അതിനും പറ്റില്ല. മാധവട്ടന്റെ ഭൗതിക ശരീരമാണോ ഈ കിടക്കുന്നത്? ഞാൻ ചത്തിട്ടില്ല. ഇതാ നോക്കി നോക്കി നോക്കി. കേട്ടില്ലേ? മാധവേട്ടന്റെ സുന്ദരിയായ ഭാര്യ ദമയന്തി ദുഃഖം സഹിക്കാനാവാതെ പൊട്ടി പൊട്ടി കരയുകയാണ്. പൊട്ടി പൊട്ടി കരയുക. ദമയന്തി എന്റെ ഭാര്യ ഓന്തിനാണോ കരയുന്നത്? എനിക്കിന്റെ സ്വന്തം ഭാര്യയുടെ അടുത്ത് പോയിക്കൂടണോ? അപ്പൊ അതാണ് കാര്യം. പഴയതന്റെ സുന്ദരിയായ ഭാര്യയെ കൊള്ളാലോ. അതെ, ഇയാളെ കാര്യം നമുക്ക് പിന്നെ കൈകാര്യം ചെയ്യാം. ആദ്യം നമുക്ക് ശവടിക്കാം. നേരായി ലീവറേജ് കൂട്ടിപ്പോ.
ശ്മശാനം അടച്ചു. ഓയ് കണ്ടൊരു മാറിക്ക്. ഇതെപ്പോഴായിരുന്നു? എപ്പോഴാ സംഭവിച്ചത്? എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ജാതകത്തിൽ എഴുതി വെച്ചതുപോലെ ഇന്ന് ഉച്ചക്ക് കൃത്യം 12 മണിക്ക് മൂപ്പരിട്ടിരുന്നു. അല്ല, ഞാൻ ആലോചിച്ച് നോക്കുക, ഈ ജാതകത്തിലൊക്കെ എങ്ങനെ ഈ കൃത്യസമയം മരണം എഴുതി വെക്കുന്നതെന്ന്. ചില പണിക്കന്മാർ അങ്ങനെയാണോ കൃഷ്ണൻകുട്ടിയെ പറഞ്ഞാൽ അച്ചട്ട. ഈശ്വരോ രക്ഷതു, ഈശ്വരോ രക്ഷതു. പോയോ ഉറുപ്പ് 75,000 മാത്രം തരാനുള്ളത്. മറ്റേ കുറഞ്ഞ 1.25 ലക്ഷം കടം വാങ്ങിയ പൈസ തിരിച്ചു തരണ്ടല്ലോ എന്ന് വിചാരിച്ച് ഉള്ളിലാഹ്ലാദിച്ച് പുറത്തേക്ക് കപടക്കണ്ണിൽ ഒഴിക്കുക. ആ പൂതിയൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. ഇവന്റെ ഒക്കെ കിടിനി വരെ ഈ മോദനം പുറത്തെടുക്കും. അല്ല ഇയാളാരാ മാധവേട്ടന്റെ ഏട്ടനോ മറ്റോ ആണെന്നായിരിക്കും. ആരുമല്ല, ഒരു തട്ടിപ്പുകാരൻ. മാധവേട്ടന്റെ മാതിരി മേക്കപ്പ് ഇട്ടിട്ട് വേഷം കെട്ടി വന്നിക്കാം. വരെ കുറച്ച് പൈസ ഉണ്ടല്ലോ, അത് വെട്ടിക്കാൻ പറ്റുമെന്നാണ്. അല്ല ഏതാണ്ട് മാധവേട്ടനൊക്കെ വായിക്കുന്നുണ്ടല്ലോ. പക്ഷെ മാധവന്റെ കണ്ണില് ഇത്ര ചോപ്പില്ല. മാധവേട്ട കണ്ണ് ചോറില്ലാത്ത അതെ, നട്ടുച്ചയ്ക്ക് വെയിലും കൊണ്ട് കുളത്ത് പോയി നിന്നിട്ട് കണ്ണ് കളിക്കണം. അല്ലാണ്ട് കണ്ണ് ചോര വന്നതൊന്നല്ല. ആരെ നട്ടുച്ചയ്ക്ക് കുളത്ത് പോയി കിടക്കുന്നത്? എന്റെ അച്ഛനാണ്. എടാ, നീയൊക്കെ ഇരന്ന് വാങ്ങിയ പൈസ പലിശയുടെ പലിശയും ഒരു പൈസ കൂടാതെ മാധവന് ഇടാം. മനസ്സിലായി? ഇത് നമ്മൾ ഉദ്ദേശിച്ച കാര്യം തന്നെയാ. ഈ മാധവേട്ടന്റെ ഇടപാടുകാരെ കൈക്കലാക്കിട്ട് പണം തട്ടിയെടുക്കാം. നടക്കൂല പോലെ കേട്ടോ. ആ പഴയ ചത്തൂര് കേട്ടിട്ട് ഓടി കൂടെ വന്നതാ. പോലീസിൽ വിളിക്കണം. പോലീസിനെ മാധവൻ നായരെ തൊടാൻ ധൈര്യമുള്ള പോലീസുകാരുണ്ടോ നമുക്കൊന്ന് കാണാലോ. പോലീസുകാർ വന്നാലേ കാര്യം നമ്മൾ വിചാരിച്ചോടത്തൊന്നും നിൽക്കൂല. പോലീസുകാർക്ക് മരിച്ച പോലെയാണ് ജനിച്ച മാത്രല്ല പുതിയ എസ് ഐ ഉണ്ടല്ലോ, മഹായിക്കോട്ടോ. ആ എസ് ഐ ഇന്നാണ് ഒരു ദിവസം ലോക്കപ്പിലിട്ട് പ്രതിനെ ഒരൊറ്റ ചലച്ച് നേരം കളയാണ്ട വിളിക്കടാ പോലീസിനെ. അപ്പൊ കാണാലോ വേഷം കെട്ടിക്കളിക്കുന്നത് ഞാനാണോ അതോ നിങ്ങളാണോ? ഈ ചത്ത് കിടക്കുന്നത് ഞാനല്ലാം ഏത് പോലീസുകാരനാണോ അറിയാത്തത്? ഇത്ര ചെറുപ്പത്തിലേ കൊണ്ടുപോയില്ലേ? എന്നാലും എന്റെ മകളെ അറിയാതെ ആക്കിട്ട് പോയിട്ട് ആസ്പത്രിയിലൊന്നും കൊണ്ടുപോയി നേരെ കിട്ടിയില്ല. ഡോക്ടറെ അങ്ങോട്ട് വിളിച്ച് കൂട്ടിക്കൊണ്ടത്
മരിച്ചു പോയി. ഇത് സർട്ടിഫിക്കറ്റും എഴുതി തന്നെ ഡോക്ടർ പോയില്ലേ? അങ്ങനെ സംഭവിച്ചു. അതെപ്പോഴേ ആ ഡോക്ടർ ആള് കൊള്ളാലോ. ഇവൻ എന്റെ അളിയൻ പീതാംബര കുറിപ്പല്ലേ? ആ കൃഷ്ണൻകുട്ടിയാരോ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. ഇനിയിപ്പോ ഇവന്റെ കാര്യം എന്താണേക്കല്ലോ. ആ പോയോ? അതെ ആളവൻ തന്നെയാ. എന്റെ കണ്ടിട്ട് കാണാത്ത ഭാവം നടിച്ച് പയ്യ കറിയും പോലെ കരയല്ലേ. നിങ്ങൾ വെച്ചിരിക്കാൻ പറ്റില്ല. ആയിക്കോട്ടെ. അല്ല കൃഷ്ണകുട്ടിയെ ഇനി ആരെങ്കിലും വരാൻ കേട്ടോ. മാധവേട്ടന്റെ ആദ്യ ഭാര്യ കമലാക്ഷി അടുത്തിന്റെ മൂത്ത മോൻ വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങോട്ട് ഒരു വിവരവും കിട്ടിയില്ല. എന്താക്കണം? വരൂല. വരൂലടോ. ഓ വരൂല. എന്താ അളിയൻ മരിച്ചു കിടക്കുമ്പോൾ പറയാൻ പാടില്ലാത്തതാ. എന്നാലും പറഞ്ഞു പോവുക. അത്ര ദുഷ്ടത്തരല്ലടോ ആ കുട്ടീനോട് ഇയാൾ ചെയ്തത്. 5 ഉറുപ്പ്യ അവന്റെ പഠിത്തത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ല. ഓ വരൂല. ആരും കാത്തു നിൽക്കണ്ട. ബോഡി എടുത്തോളി. സംഗതി നടക്കില്ല. വേറെ ഒന്നും ആക്കേണ്ട കാര്യമൊന്നുമില്ല. ശവടുക്കാൻ നിർത്താം. കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്തിയിട്ടൊക്കെ മതി ശവടുക്ക്. കൃഷ്ണൻകുട്ടിയെ അത് പറഞ്ഞില്ലല്ലേ? ഒരു തട്ടിപ്പുകാരൻ മാധവേട്ടന്റെ മാതിരി വേഷവും കെട്ടി ഇറങ്ങിയതാ. ഇടപാടുകാര് കുറച്ച് പൈസ ഉണ്ടല്ലോ, അത് വെട്ടിക്കാൻ പറ്റുമെന്ന് എനിക്ക് വിചാരം. പക്ഷെ സമയം നടന്നില്ല. ഞങ്ങൾ അത്ര മുൻതല്ലോ. ഇത് വേഷം കെട്ടിക്കളിയൊന്നല്ലോ. ഇത് ഞാനാ. എന്റെ പുന്നാരപ്പെങ്ങനെ ദമയന്തിക്ക് ഉടവ കൊടുത്ത വിവരദോഷിതായ മിസ്റ്റർ, ഞാനൊരു ക്രിമിനൽ അഡ്വക്കേറ്റ് ആണ്. അകത്താക്കി കഴിഞ്ഞ ആൾക്കാരാട്ടോ അല്ലേ? ഭാരതീയ നിയമസംഹിത, അതായത് പഴയ IPC സെക്ഷൻ 438 10 കൊല്ലം അവിഹിത മാർഗത്തിലൂടെ പണം തട്ടിയെടുക്കാനുള്ള ശ്രമം. സെക്ഷൻ 475 8 കൊല്ലം. 18 കൊല്ലം. ഈ ഭവനവേതനം സെക്ഷൻ 336 7 വർഷം. 25. അല്ല, മാധവൻ നായരെ ഭാര്യൻ, അതായത് സാറിന്റെ പെങ്ങളെ തട്ടിയെടുക്കാൻ ഒരു ശ്രമം നടത്തിയത്. അയ്യോ, സെക്ഷൻ 332 മുതൽ 338 വരെ 14 വർഷം. ചതിയും മന്ത്രിയും നടത്തിയാലോ? ചതിയും മന്ത്രി 7 വർഷം. തട്ടിയെടുക്കാൻ 336 6 വർഷം. എല്ലാം കൂടെ ഒരു ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടന്നാലും ശിക്ഷാകാലാവധി തീരുകയില്ല. മിസ്റ്റർ, അതോടെ സ്ഥലം വിടാൻ നോക്ക്. വെറുതെ ചുറ്റിക്കളിയാതെ വിട്ടോ. കാര്യം ചെയ്യും. അല്ലെങ്കിൽ ഇയാളെ കാര്യം നോക്ക്. ഞങ്ങൾ ഈ ശവം ഞാൻ ഇയാളെ സംസ്കാരം കഴിഞ്ഞിട്ട് ആ സംസ്കാരം എല്ലാരും വരണം. ആരും ഒന്നും കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞിട്ട്. മഴയാണ് കൊടോട്ടുണ്ട്. മഴയാണെങ്കിൽ കൊട എന്തെങ്കിലും നമുക്ക് എല്ലാ കാര്യം ആക്കി നോക്കണേ. ഗംഗൂസേ, ബാക്കിയെല്ലാം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഓക്കെ അല്ലേ? മതി. ഇപ്പൊ കാരണവരെ ഓരൊക്കെ പോയി. ഏനി സത്യം പറ, എന്താ നിങ്ങളെ പരിപാടി? ഉരുപ്പളിയാ, നീ എന്നെ കളിയാക്ക. നിനക്ക് ഉറപ്പല്ലേ ഞാൻ മാധവനാണ്? അക്കൊണ്ടായതിന്റെ ശവല്ലാന്ന്. പിന്നെ എന്തിനാണോ ഈ പോരാട്ടം? അതെ, എന്റെ അളിയൻ മാധവണ്ണൻ ജാതകത്തിൽ പറഞ്ഞത് പ്രകാരം ഇന്നുച്ചയ്ക്ക് ഹൃദയസ്തംഭനം മൂലം മരിച്ചു എന്നാണ് എനിക്ക് കിട്ടിയ ഫോൺ സന്ദേശം. ഞാൻ ജാതകത്തിൽ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ മൃതശരീരം ഞാനിവിടെ കണ്ടു. അത് സംസ്കരിക്കാൻ കൊണ്ടുപോകുന്നതും കണ്ടു. ഞാൻ ശവത്തിനും വിശ്വസിക്കുന്നു.
ഇതിലും കൂടുതലായി നിങ്ങളാണ് മാധവൻ നായർ എന്ന് ഞാൻ എന്തിനു വിശ്വസിക്കണം? ഒരു വിശ്വാസിക്കും അതിന് കഴിയില്ല. That is all, Your Honor. അളിയ പീതാംബര, നീ വല്ല കൈവിടുവാണോ? മിസ്റ്റർ, ഞാനൊരു അഡ്വക്കേറ്റ് ആയതുകൊണ്ടാണ് ഇത്രയും തന്മയത്വത്തോടുകൂടി ഈ കാര്യം ഇതുവരെ കൈകാര്യം ചെയ്തത്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, നിങ്ങൾ മാധവൻ നായരാണെങ്കിൽ കൂടി നിങ്ങൾ ഇപ്പോൾ ജീവിച്ചിരിക്കും. അപ്പോ ഞാൻ യാതൊരു തരത്തിലും ജീവിച്ചിരിക്കുന്നില്ല. ഈ ഞാനിവിടെ നിരത്തുന്നുണ്ടായിട്ടും ഒരു രക്ഷയുമില്ല. ഒരു പക്ഷേ നിങ്ങൾ മാധവൻ നായരുടെ അച്ഛന്റെ മറ്റൊരു മകനായിരിക്കാം. അല്ല, രൂപസാദൃശ്യം വെച്ച് നോക്കുമ്പോൾ അങ്ങനെയും ആകാമല്ലോ. പക്ഷേ മാധവൻ നായരുടെ അച്ഛൻ നിലവിൽ ജീവിച്ചിരിപ്പില്ല എന്നതുകൊണ്ട് തന്നെ അതിനും തെളിവുകളില്ല. വക്കീലേ, ഈ ചങ്ങായി ഇതുവരെ പോയില്ല. പോയിക്കൊണ്ടേ പോലീസ് കേൾക്കി. ഉണ്ടല്ലേ? പോലീസ് ഇപ്പത്തു. ഇങ്ങോട്ട് ചെയ്യാം. അതെ, ഇവരൊക്കെ മാധവൻ നായരുടെ ഇടപാടുകാരാണ്. ഇവരാരും തന്നെ മാധവൻ നായർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല. നിങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നിങ്ങളുണ്ട് എന്ന് മറ്റുള്ളവർ അംഗീകരിക്കുന്നുണ്ടോ അവിടെയാണ് കാര്യം. ഞങ്ങളൊക്കെ മാധവൻ നായർ ഇടപാടുകാരാണ്. അതെ. ഞങ്ങൾ ഒരേ സ്വരത്തിൽ പറയുന്നു, മാധവൻ നായർ മരിച്ചുപോയി. ഇനി ഒരാൾക്കും മാധവൻ നായർ ആവാൻ സാധിക്കില്ല. അപ്പൊ ഞാൻ മാധവൻ നായരേ അല്ല. അല്ല അല്ല അല്ലേ അല്ല. എന്നാലും കിട്ടാനുള്ള പൈസ ഞാൻ കേസ് കൊടുത്തു വസൂല. അപ്പോ നിങ്ങളുടെ കേസ് കോടതി ചെലൽ സഹിതം തള്ളും. എന്താ അതെന്താ അങ്ങനെ? അത് ഇവർ മാധവൻ നായരോടാണ് കടം വാങ്ങിച്ചിരിക്കുന്നത്. എന്നോട്? ആ മാധവൻ നായർ മരിച്ചുപോയി. ഇപ്പോ കുറേശ്ശെയായി നിങ്ങളും വിശ്വസിച്ചു തുടങ്ങിയില്ലേ മാധവൻ നായർ മരിച്ചുപോയെന്ന്? ജാതകം, ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ്, സാക്ഷികളുടെ മൊഴി, എല്ലാം വിശ്വസിച്ചേ പറ്റൂ. ജാതകത്തിൽ മരിക്കുന്ന എഴുതി വെച്ച് ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്തു. ശവം എന്റെ മുന്നിലൂടെ ആളുകളെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. ഇനിയിപ്പോ ഞാൻ ജീവിച്ചിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നത് എന്നെ മണ്ടത്തരാ. എന്നാലും വക്കീലേ, പത്രത്തിൽ വന്നും കിട്ടോ? പ്രശസ്ത ബാങ്കറും പൗരപ്രമാണിയുമായ മാളികപ്പുറത്ത് മാധവൻ നായർ 55 അന്തരിച്ചു. ഭാര്യമാർ പരേതയായ കമലാക്ഷി അമ്മ, ദമയന്തി 35 വയസ്സ്. പിന്നെ പ്രശസ്ത ക്രിമിനൽ പീതാംബരക്കുറുപ്പ്, സോറി, പ്രശസ്ത ക്രിമിനൽ അഡ്വക്കേറ്റ് പീതാംബരക്കുറുപ്പ് ഭാര്യ സഹോദരനാണ്. പത്രത്തിലും വന്നു. അത് പത്രത്തിലും വന്നു കേട്ടോ. ഇനി ഒരു രക്ഷയുമില്ല. ഇവിടെ എല്ലാ കാര്യങ്ങളുടെയും അവസാന വാക്ക് പത്രങ്ങൾ. അതെ. അപ്പോ ഇനി അളിയന്റെ എല്ലാവിധ ബിസിനസ് ഇടപാടുകളും കൈകാര്യം ചെയ്യുന്നത് ഞാനായിരിക്കും. അത് നന്നായി. അളിയൻ ചുമത്തിയ ഈ അറബ് പലിശകളൊക്കെ ഞാൻ ഒഴിവാക്കി. പിന്നെ കേസ് നടത്തി അളിയൻ കൈക്കലാക്കിയ ഭൂസ്വത്തുക്കളൊക്കെ അതാത് ആളുകൾക്ക് തിരിച്ചു കൊടുക്കും. അളിയന്റെ ആത്മാവിന് പരലോകത്തെങ്കിലും ഒരു ശാന്തി കിട്ടട്ടെ. ഒരു പലിശയും കൊടുക്കണ്ട. ഒരു പലിശയും വേണ്ട. കണ്ടമാനം ഉണ്ടാക്കി വെച്ച ഈ സ്വത്തുക്കളൊക്കെ ഞാൻ അനാഥാലയങ്ങൾക്ക് എഴുതി കൊടുക്കും. അളിയനെ നല്ലപോലെ ഉണ്ടുക പോലും ചെയ്യാതെ ഉണ്ടാക്കി എടുത്തതല്ലേ? അതേടാ, അതെ. ഓർത്തിട്ട് ബോധക്കേട് വരുന്നല്ലോ.
ഇപ്പോ അളിയൻ പറഞ്ഞ പോലെ എനിക്കും സംശയം തോന്നാ, ഞാൻ ശരിക്കും മരിച്ചു പോയോ? ഇത് ഞാനല്ലാന്നുണ്ടോ? അതെ, വരുന്നുണ്ട് വരുന്നുണ്ട്. രമു, ഇങ്ങോട്ട് വാ. എന്റെ പ്രാണപ്രേയസി, ഞാൻ ചത്തുപോയെന്ന് തന്നെ അവളും വിശ്വസിച്ചിരിക്കുക. പക്ഷെ കരച്ചിനത്ര ഉഷാറ് പോരല്ലോ. അന്തിക്കത്തെ സീരിയല് കണ്ട് ഇതിനേക്കാൾ ജോറായിട്ടൊന്ന് കരയാറുള്ളതാ. അയ്യോ, എന്നെ തനിച്ചാക്കി പോയി കളഞ്ഞില്ലേ. ഇനി ഈ സ്വത്തും പണം ഇടപാടക്കാര് നോക്കി നടത്തോ? അയ്യോ, എനിക്കൊന്നും അറിയില്ലല്ലോ. അയ്യോ ഈശ്വരാ, എല്ലാം എന്റെ തലയിലിട്ട് അങ്ങനെ അങ്ങ് തട്ടിയെടുത്തില്ലേ. അയ്യോ, നോട്ടെണ്ണാനോ കണക്ക് കൂട്ടാനോ ഒന്നും എന്നെ പഠിപ്പിച്ചറിയില്ലല്ലോ. അത് തിരി അതിര് കിടന്ന മോഹമാണല്ലോടി. എന്നാലും വേണ്ടില്ല, ഞാൻ ചത്തിട്ടില്ല. നീയെങ്കിലും വിശ്വസിക്കും. ഇത്രയൊരു പ്രായത്തില് എന്നെ ധരിച്ചാക്കി അങ്ങനെ അങ്ങ് കൊണ്ടുപോകാൻ ഞാൻ എന്താ വരാതാ ചെയ്തത്? എനിക്ക് എന്തെല്ലാം വാങ്ങി തരാൻ ഏറ്റതാ. ഞാനോ? പട്ടുസാരി, സ്വർണവള, ഡയമണ്ട് നെക്ലേസ്, ലിപ്സ്റ്റിക്ക്, നല്ല എഗരമുള്ള ചെരുപ്പ്, മിക്സി, ഫ്രിഡ്ജ്, ടി വി, വാഷിംഗ് മെഷീൻ ഒന്നും നടന്നില്ലല്ലോ. ഇതൊന്നും ഞാൻ വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ആട്ടെ, നിനക്ക് ഇതിനൊക്കെ പൂതി ഉണ്ടായിരുന്നില്ലേ? ഒക്കെ ശരിയാക്കാം. ഞാൻ ചത്തിട്ടില്ലടി. ആർക്കൊക്കെ ഉപകാരം ചെയ്ത മനുഷ്യനായിരുന്നു. മരിച്ചപ്പോ ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ? ചാവാൻ കാത്തുന്ന പോലെയല്ലേ ആൾക്കാര് പറയണത്. നന്ദി കണ്ട ദുഷ്ടന്മാര്. ഞാൻ അത്രയ്ക്ക് മോശക്കാരനായിരുന്നു. ഒരു പക്ഷെ ആയിരുന്നിരിക്കും. എന്നാലും ഞാൻ ചത്തിട്ടില്ല എന്ന് കരുതി നീ സന്തോഷിക്കണേ. അയ്യോ, അടുത്ത വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ പറഞ്ഞു കേട്ടില്ലേ. ഞാനിനി സന്തോഷിക്കുക വേണ്ടത്ര. എനിക്കിനി നല്ല കാലാണ്. അയ്യോ, ഞാനെങ്ങനെ സന്തോഷിക്കേ? എന്റെ പ്രാണനാഥനല്ലേ പോയത്. അയ്യോ അയ്യോ, ഓർത്തെനിക്ക് ബോധക്കേട് വരുന്നുണ്ടേ. ഞാനൊന്ന് ബോധം കെട്ടേ. പേരും ദുഷ്ടത്തിനും എല്ലാത്തിനും ഞാൻ പാഠം പഠിപ്പിക്കും. എന്നാലും എന്റെ പെമ്പറന്നോത്തിക്ക് എന്നോട് ഇത്ര സ്നേഹമുണ്ടല്ലോ. എനിക്കത് മതി. ഞാൻ ഇല്ലാതറിയുമ്പോ ഓക്കുണ്ടാവുന്ന സന്തോഷം ഇപ്പൊ തന്നെ കണ്ടാ. പൊന്നെ, നിന്റെ മാതകാട്ടം ചത്തിട്ടില്ല. നോക്കണി ദമു. ഞാനാ നിന്റെ മാതകാട്ടൻ. നിന്റെ നായര് ഒന്ന് എന്റെ മുഖം
എനിക്ക് കാണണ്ട ആര് എന്റെ മാധവേട്ടൻ മരിച്ചു പോയി. അയ്യോ ഏട്ടാ, ഓടി വന്നേ. എന്താ മോളെ എന്താ എവിടെ മോളെ എവിടെ ഏതോ ഒരുത്തൻ മുറി കയറി വന്ന് എന്നെ കൈ കയറി പിടിച്ചു. എവിടെയാണ് അല്ലേ അവിടെ പെണ്ണെ എവിടെ അതാ ഇവിടെയൊക്കെ ചുറ്റി പറ്റി പതുങ്ങി നടന്നതേ ഇതിനായിരുന്നല്ലേ ഒരാളുടെ ഭാര്യയെ അയാൾ മരിച്ച ദിവസം കേറി പിടിക്കുക. എനിക്ക് ഞെല്ലേ കെട്ടിച്ചെന്ന് അങ്ങനെ അതുകൂടി ഉണ്ടല്ലേ. ഇങ്ങോട്ടേക്ക് 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 മോളെ ദമയന്തിയെ ഇങ്ങോട്ടോ 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 ഇവിടെ ഇരിക്കി ഒന്ന് അങ്ങോട്ട് ശരിക്കും നോക്ക്. ഇയാള് പറയാണ് ഇയാൾ നിന്റെ മാധവേട്ടനാണ് നല്ലോണം നോക്കിയിട്ട് ശരിക്കും അങ്ങോട്ട് പറയും. എന്താ അയ്യേ ഇയാളോ? എനിക്ക് കാണണ്ട ഈ ചെകുത്താനെ. നല്ല തക്ക നോക്കി കേറി പിടിക്കാൻ വന്നതാ. അന്നാലേ നിങ്ങളെ മുമ്പിൽ അവസാന വാതിലും അടഞ്ഞു കേട്ടോ. നീയെന്നെ ചതിച്ചു അല്ലേ വഞ്ചകൻ. വിടോ വിടോ വിടോ. ഇവിടെ കുട്ടി അനാവശ്യം പറയുമ്പോഴേ സൂക്ഷിച്ചു വേണം. ഇവിടെ മറ്റൊരാളുടെ ഭാര്യയാ പോകുന്ന പെൺകുട്ടിയാ. മറ്റൊരാളുടെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയോ? അതൊക്കെ മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം മനസ്സിലാക്കി തരാം. കൃഷ്ണൻകുട്ടിയെ കൃഷ്ണൻകുട്ടി ഇത് കൃഷ്ണൻകുട്ടിയെ എന്റെ ഭാര്യന്റെ അങ്ങ. ഇയാളെ ഭാര്യനെ ദൈവം നേരത്തെ അങ്ങോട്ട് വിളിച്ചു. ഇപ്പോഴാ എന്റെ അന്യത്തിന്റെ ഭർത്താവും മരിച്ചു. രണ്ടുപേരും തുല്യ ദുഃഖിത ദുഃഖപ്പൊരുത്തി നോക്കി ഞങ്ങൾ അതങ്ങോട്ട് തീരുമാനിച്ചു. എന്ത്? അളിയന്റെ പുലകുടി അടിയന്തരം മറ്റന്നാളാണല്ലോ. അതേ ദിവസം അതേ മുഹൂർത്തത്തിൽ ഇവരെ താലി കെട്ടും. നന്നായി. ഒലകുളിയും താലി കെട്ടും ഒരു ദിവസം. അതിലൊക്കെ എന്തിരിക്കുന്നു? എല്ലാത്തിനും ഒരു പുതുമയൊക്കെ വേണ്ടേ? ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ വീട്ടിൽ വെച്ചിട്ട് എന്റെ പൊലകുളി അടിയന്തരം നടത്തി. അതേ ദിവസം എന്റെ ഭാര്യനെ വേറൊരുത്തിന് കെട്ടിച്ചുകൊടുക്കുക. ഇതിനേക്കാൾ വലിയ പുതുമ എന്താണോ കുറിപ്പുള്ളത്? ഞാനൊന്ന് ഉള്ളു തുറന്ന് ചിരിക്കട്ടെ.
ആട്ടെ, ദമയന്തിക്കും ഇതൊക്കെ സമ്മതാണല്ലോ അല്ലേ? തുറന്ന് പറഞ്ഞോളൂ ദമു, ഇതിലിത്ര നാണിക്കാൻ എന്തിരിക്കുന്നു? അത് പിന്നെ പിന്നെ മാധവേട്ടൻ ജീവിച്ചിരിപ്പില്ലാത്ത സ്ഥിതിക്ക് സുന്ദരിയും യുവതിയുമായ ദമയന്തിക്ക് ഒരാണ്ടുണ വേണ്ടേ? ഈ കണ്ട സ്വത്ത് മുതലൊക്കെ നോക്കി നടത്താൻ ഒരാള് വേണ്ടേ? എനിക്ക് എനിക്ക് കൃഷ്ണൻകുട്ടിയേട്ടനെ ഇഷ്ടം. അതിന് മാധവൻ ജീവനോടെ ഉണ്ടേ. പതിവതയായ കുടലെ അല്ല കുലരെ. ഒരു മണിക്കൂർ മുമ്പ് ഞാൻ മരിച്ചു. ഇപ്പൊ എന്റെ ഭാര്യ മരിച്ചു. അത്ര തന്നെ. എന്റെ ഭാര്യ എന്നുള്ള ആ പരാമർശം ഉണ്ടല്ലോ, അത് ശരിയല്ല. ദമയന്തി എന്റെ ഭാര്യയാകാൻ പോകുന്നോളല്ലേ? കൃഷ്ണൻകുട്ടിയെ ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരടോ. കൃഷ്ണൻകുട്ടി കുറച്ചങ്ങോട്ട് മോളി മോളകത്തേക്ക്. ഞാൻ പോയി താലികെട്ടിൽ ഏർപ്പാടൊക്കെ ചെയ്തിട്ട് വേഗം എന്താ ഞാൻ പോയിട്ട് വരാം. ഓക്കെ ശരി പറഞ്ഞോ. കാര്യം ഞങ്ങൾ വെക്കില്ല. ഇയാളെ കാര്യം കഴിഞ്ഞോ? പോലീസ് ഇവരാരും അല്ല സാർ. അതാ കിടക്കുന്ന അതാ ഈ വീട്ടിലെ മാധവൻ ഇന്നുച്ചയ്ക്ക് ഹൃദയസ്തംഭനം മൂലം മരിച്ചു. വെരി ഗുഡ്. അയ്യോ ഭാര്യയെയും കൈക്കലാക്കാൻ ഇയാളൊരു ആ തക്കം നോക്കി അയാളുടെ വേഷം കെട്ടി വന്നിരിക്കുകയാണ് ചില ഗൂഢോദ്ദേശങ്ങളുമായിട്ട്. ഇതും അതിലൊരു ലക്ഷ്യമാണ്. മാത്രമല്ല അയാളുടെ രൂപസാദൃശ്യമുണ്ട്. അത് വെച്ച കളി. അത് ശരി. ഇയാളുടെ ഭാര്യയെ കൈക്കലാക്കാൻ ശ്രമിച്ചു. ഞാനുള്ളപ്പോഴോ സോറി സാറുള്ളപ്പോഴോ നീ ഞാൻ മാധവൻ നായരാണ് എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് നേരാണോടാ? ഇല്ല സാറേ, സാറ് മാധവൻ നായരാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞു സാറേ, പറഞ്ഞു. ഞാൻ മാധവൻ നായരാണ് സാറേ. ഞാൻ ചത്തിട്ടില്ല. ചത്തത് ഞാനല്ല. അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തൊരു പ്രതി അത് മാധവൻ നായരാണോ അല്ലയോ, അയാൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. മനസ്സിലായോ? മനസ്സിലായോ? പറയടാ. സർ, ഞാനൊരു അഡ്വക്കേറ്റ്. ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വളരെ വിശദമായി പരിശോധിച്ചു. ഇയാൾ പറയുന്ന കാര്യങ്ങൾ തെളിയിക്കാനുള്ള യാതൊരു എവിഡൻസും ഇയാളുടെ കയ്യിൽ ഇല്ല സർ. സർ, അതൊക്കെ ഞങ്ങൾക്ക് വിട്ടിരിക്കും. ഇങ്ങോട്ട് നോക്കട്ടെ, ഇങ്ങോട്ട് കയറി, ഇങ്ങോട്ട് കയറി. ഇവരൊക്കെ ആരാണടാ? പറയടാ, പറയടാ. സാർ, ഇത് പീതാംബരക്കുറിപ്പ്, എന്റെ ഭാര്യന്റെ ആങ്ങള.
ഇതവൻ കൃഷ്ണൻകുട്ടിയാര് പീതാംബരക്കുറിപ്പിന്റെ ഭാര്യനാണ്. ഇപ്പൊ എന്റെ ഭാര്യന്റെ ഭർത്താവാ സാറേ. സാർ അത് 317. ഇയാൾ പറയുന്നതൊക്കെയും ഏതൊരാൾക്കും കളക്ട് ചെയ്യാവുന്ന ഡാറ്റാസ് മാത്രമാണ്. ഇതൊന്നും എവിഡൻസ് അല്ല. ശരിയാണ് ശരിയാണ്. ഞാൻ വന്നപ്പോൾ മുതൽ ഇവന്റെ മുഖഭാവം ശ്രദ്ധിക്കുക. അടിച്ച കള്ളനാട് പേരും ചാണക്യൻ. ഇങ്ങോട്ട് മാറിക്കടാ. പറയടാ. ചാർജ് ചെയ്യട്ടെ. പറയടാ. ഞാൻ മാധവൻ നായരല്ല. 3 പ്രാവശ്യം പറയടാ. ഞാൻ മാധവൻ നായരല്ല, ഒരിക്കലും ആയിരുന്നില്ല. എഴിയൊട്ടാവല്ല സാറേ. പിന്നെ നീ ആരാണടാ? ഞാൻ മാധവൻ വേറൊരു നായരാ. മണിനായരാ സാറേ. വെറും ഒരു മണിനായർ. 317. ഇവനെ സ്റ്റേഷനിലേക്ക് പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ അവസാനിച്ച സ്ഥിതിക്ക് ഞങ്ങൾ അത്ര കാര്യമായിട്ട് എടുക്കുന്നു. ഇതൊരു മരിച്ച വീടല്ലേ അല്ലേ? സത്യം പുറത്തു വന്ന സ്ഥിതിക്ക് ഇനി ഹാർട്ട് സെക്ഷൻ ഇതൊന്നും ചാർജ് ചെയ്യണ്ട അല്ലേ? വേണ്ട. ഈ പബ്ലിക് ന്യൂസൻസിന് 448 പ്രകാരം ഒരു 5000 രൂപ പിഴ ഈടാക്കി കിട്ടാൻ മതി. നമുക്ക് തൽക്കാലം വിഡ്രോ ചെയ്യാം. Come on, follow me. അല്ലേ? അപ്പോ ഈ പ്രശ്നം ഇങ്ങനെ മനോഹരമായി പരിഹരിച്ചിട്ട് നന്നായി അല്ലേ? അതൊന്നാ പ്രശ്നം ഇങ്ങനെ തീർന്നത്. നാട്ടുകാരെ മഹാഭാഗ്യം. അല്ല, നമുക്കിതൊന്ന് ആഘോഷിക്കണം. സാധനം കൊണ്ടുപോകണം. അതെ ശശിയേട്ടാ, തളർന്ന് കിടക്കുക. ഡ്യൂപ്ലിക്കേറ്റ് മാധവനാർക്ക് ഒരു ഫുള്ള് ഗ്ലാസ് അങ്ങോട്ട് കൊടുക്കും. നല്ല സ്ട്രോങ് അല്ലേ സാറ്? സാധനം സ്ട്രോങ് അല്ലേ? മതി. കൊടുക്ക്. തളർന്ന അവശനായി കിടക്കല്ലേ? ഒന്ന് സ്ട്രോങ് ആണ്. ഒരു പീടി ബീഡിയാക്കണോ? സ്വീകരിച്ചു. മാളിക മുകളേറിയ മണ്ണിന്റെ തൊഴിൽ മറ പുകറ്റുന്നതും ദിനം കൊണ്ടൊരുത്തരെ തള്ളിലേറ്റി നടത്തുന്നതും കൊള്ളപ്പലിശ വാങ്ങി സുഖിച്ചിവൻ കുറ്റിവീടിക്കായി തെണ്ടുന്നതും കണ്ടു. ഇതൊരു മരണങ്ങളല്ലേ? ഇവിടെ അങ്ങനെ കുഴിയും പാട്ടും കൂത്തും ഒക്കെ പാടുമ്പോ ആരാണ്ടോ ചത്തത്? കോടും പാവി പരമച്ചേറ്റ. കൊള്ളപ്പലിശ വാങ്ങി നിരവധി കുടുംബങ്ങളെ വഴിയാധാരമാക്കിയ ദുഷ്ടൻ. പതിനായിരങ്ങളെ കണ്ണീര് കുടിപ്പിച്ച പാവപ്പെട്ട പരാധീനക്കാരെ പെരുപലിശ കൊണ്ടറുത്ത് ജ്വര കുടിച്ച ചിന്തു. അവൻ ചത്തു. അതുകൊണ്ട് ഞങ്ങൾ
കുടിക്കും കുളിക്കും പെടുക്കും. ചത്തുപോയേ ചത്തുപോയേ മാധവൻ നായർ ചത്തുപോയേ. കൂട്ടി വെച്ചിട്ട് ഉണ്ണാതുടുക്കാതെ തേച്ച് കുളിക്കുക, ചെറിയൊരു കൂരയും വെച്ചിടാതെ നാട്ടാർ കുപദ്രവം എമ്പാടും ചേരിട്ട് സത്യമായിട്ടും ചത്തുപോയി. അതെ, മാധവൻ നായർ ചത്തുപോയി. പണം പണം എന്നൊരൊറ്റ ആർത്തിയിൽ ഭ്രാന്ത് പിടിച്ച് അയാൾ കാട്ടിക്കൂട്ടിയതൊക്കെ നെറുകേടായിരുന്നു. എത്ര എത്ര പാവങ്ങളെയാണ് അയാൾ കണ്ണീര് കുടിപ്പിച്ചത്. പലിശയ്ക്കും കൊടും പലിശയ്ക്കും കൊള്ളപ്പലിശയ്ക്കും പണം കടം നൽകി കടത്തിന്റെ കരകാടാ കടൽ നോക്കി എത്രയെത്ര ജീവിതങ്ങളെയാ ആ മഹാഭാവി തുലച്ചത്. എന്നിട്ട് എന്തുണ്ടായി? സമ്പാദിച്ചതെല്ലാം കൺമുമ്പിലൂടെ ആരൊക്കെയോ എടുത്തോണ്ട് പോയി. ഒന്നും ബാക്കി വെക്കാൻ ഒന്നും. ആളുകളുടെ മനസ്സിൽ അയാളെ കുറിച്ച് നല്ലൊരു ഓർമ്മ പോലും ബാക്കി. അങ്ങനെ വരാൻ ചത്താലെന്ത് ജീവിച്ചാലെന്ത്? ആ ദ്രോഹി മരിച്ചു, ആ ദ്രോഹി മരിച്ചു. അല്ല, ഞാൻ അയാളെ കൊന്നു, അയാളെ കൊന്നു, അയാളെ കൊന്നു. ഞങ്ങൾ കളിച്ച ഈ നാടകത്തിന്റെ ക്ലൈമാക്സിനെ കുറിച്ച് മാത്രമേ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതാ അത് ഞങ്ങൾ ഉദ്ദേശിച്ചതിലും ഗംഭീരമായി. മാധവേട്ട, മാധവേട്ട, ഞങ്ങളോട് ക്ഷമിക്കണം. മാധവട്ടൻ? ഏത് മാധവട്ടൻ? അയാൾ കുറച്ചു മുമ്പ് മരിച്ചുപോയില്ലേ? നിങ്ങളൊക്കെ കൂടിയല്ലേ അയാളെ കൊന്നത്? മാധവേട്ടാ, എനിക്ക് മാപ്പ് തരില്ലേ? എല്ലാം അങ്ങയുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. നിന്റെ കെട്ടിയോ ചത്തുപോയില്ലേ? ഇല്ല, ഞങ്ങൾ ഇതൊക്കെ കൽപ്പിച്ചൂട്ടി കളിച്ചതല്ലേ. ആരും ചത്തിട്ടില്ല. പക്ഷേ മാധവേട്ടനൊന്ന് മാറി, ഒരു വല്ലാത്ത മാറ്റം. അതെ, ഇതിനു വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ നാടകം കളിച്ചത്. അത് ശുഭപര്യവസായിയായിരിക്കുന്നു. ഇത് മാധവേട്ടന്റെ രണ്ടാം ജന്മം. എനിക്കിനി ഒന്നും ആവണ്ട, രണ്ടാമതൊരു ജന്മവും വേണ്ട. എന്റെ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞു, ഞാനിനി സന്യസിക്കാൻ പോവാ. എനിക്കെല്ലാം മടുത്തടോ. പീതാംബര, നീ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ എന്റെ സ്വത്തൊക്കെ അനാഥാശ്രമത്തിന് കൊടുക്കണമെന്ന്? എനിക്ക് സമ്മതം, പൂർണ്ണ സമ്മതം. ഒരു മുദ്രപത്രം എടുക്ക്, ഞാനെല്ലാം എഴുതി ഒപ്പിട്ട് തരാം, ഞാനെല്ലാം എഴുതി ഒപ്പിട്ട് തരാം. എന്നിട്ട് എനിക്ക് പോണം. നോ, നോ, മാധവേട്ടൻ എങ്ങോട്ടും പോകുന്നില്ല. ഞങ്ങൾ വിടില്ല. ഞാൻ എങ്ങോട്ടും വിടില്ല. ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഇങ്ങനെ ഒരു മാറ്റത്തിന് വേണ്ടി. അതിപ്പോൾ സഫലമായി. ഇനിയുള്ള നല്ല കാര്യങ്ങളൊക്കെ മാധവേട്ടൻ ഇവിടെ ഇരുന്നു കൊണ്ട് തന്റെ ചെയ്യും. ദമയന്തിയുടെ ഭർത്താവായി, എന്റെ അളിയനായി, എങ്കിൽ മാത്രമേ എല്ലാത്തിനും ഒരു പ്രായശ്ചിത്തമാകൂ. മാത്രമല്ല, യഥാർത്ഥ മരണത്തിന് ശേഷം ആത്മാവിന് മോക്ഷം കിട്ടണമെങ്കിൽ അത് കൂടി വേണം. എന്റെ ആത്മാവിന് മോക്ഷം കിട്ടണമെങ്കിൽ, എനിക്ക് പുതിയൊരു ജന്മം ഉണ്ടാവണമെങ്കിൽ, നിങ്ങൾ കളിച്ച ഈ നാടകം ശുഭപര്യവസായിയാകണമെങ്കിൽ എങ്കിൽ ഇതും കൂടി സംഭവിക്കണം.
ഇതാണ് എന്റെ കണക്ക് പുസ്തകം. ഇതിൽ കണക്കുകൾ മാത്രമേ ഉള്ളൂ. പാവപ്പെട്ടവര് കണ്ണീര് കുടിപ്പിച്ചതിന്റെ കണക്കുകൾ. പണമുണ്ടാക്കാനുള്ള ആത്മബുദ്ധി ഇതിൽ കൂട്ടിയും കിഴിച്ചും ഞാൻ ഉണ്ടാക്കിയതൊന്നും ലാഭമായിരുന്നില്ലടോ, ശാപമായിരുന്നു. ശാപം. എനിക്ക് പുതിയൊരു ജീവിതം ഉണ്ടാകണമെങ്കിൽ ഇത് നശിക്കണം. ഇത് നശിക്കണം.